وبركاته. الحمد لله رب العالمين. الحمد لله بنعمته تتم الصالحات وبعفوه تغفر الذنوب والسيئات وبكرمه تقبل العطايا والقربات وبلطفه تستر العيوب والزلات. الحمد لله الذي أضحك وأبكى وأمات وأحيا ومنع وأعطى وأرشد وهدى. اللهم لك الحمد على نعمة الإسلام ولك الحمد على نعمة الإيمان ولك الحمد أن جعلتنا من أمة محمد صلى الله عليه وسلم. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله الله بالهدى ودين الحق داعيًا إلى الله بإذنه وسراجًا منيرًا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. كلا إن كتاب الأبرار لفي عليين وما أدراك ما عليون كتاب مرقوم يشهده المقربون إن الأبرار لفي نعيم على الأرائك ينظرون. صدق الله العلي العظيم. ഈ പുണ്യ ഭവനത്തിൽ ഒരുമിച്ച് കൂടിയ പ്രിയങ്കരായ സഹോദരങ്ങളെ, കാരുണ്യ കടലായ പടച്ച തമ്പുരാൻ നമ്മുടെ ഈ ഒരുമിച്ച് കൂടലിനെ അവൻ്റെ അനുഗ്രഹീതരായ മുഖറബീങ്ങളായ മലായിക്കത്തുകളുടെ സാന്നിധ്യം കൊണ്ട് ധന്യമാക്കി തീർക്കുമാറാകട്ടെ. നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഇതുപോലെ ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം നൽകി പടച്ച റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നാം പ്രാർത്ഥനയോടുകൂടി കാത്തിരുന്ന പരിശുദ്ധ റമദാൻ നമ്മളിലേക്ക് എത്തിപ്പെട്ടു എന്ന് പറയുന്നത് മുതൽ നമ്മുടെ മനസ്സിലേക്ക് വരുന്നു ഒരാറെണ്ണം കടന്നുപോയി വളരെ പെട്ടെന്ന്. അൽ അയ്യാമു തസീറു ബിസുറഅത്തി ദൗ എന്നാണ്. പ്രകാശവേഗതയിലാണ് ഓരോ സന്ദർഭവും ഓരോ ദിവസങ്ങളും ഇങ്ങനെ കടന്നു പോകുന്നത്. അപ്പോൾ ആ സന്ദർഭത്തിൽ ഒരു റമദാനിൽ ജീവിച്ചിരിക്കാൻ ഭാഗ്യം ലഭിച്ചവർ എന്നുള്ള നിലക്ക് ആ റമദാനിനെ അതിൻ്റേതായ രൂപത്തിൽ ആ പ്രാർത്ഥനയോടെ നാം കാത്തിരുന്നു എന്ന ആ ഗൗരവത്തിൽ നമുക്കതിനെ സ്വീകരിക്കാൻ സാധിക്കണം. റമദാനു ഫീ ഖൽബി ഹമാഇമു നിശ്വത്തുൻ മിൻ ഖബ്ലി റുഅയത്തി വജ്ഹികൽ വദ്ദാഇ വഅലാ ഫമി തുഅമുൻ ഉഇസ്സു ബിഅന്നഹു മിൻ തുഅമി തിൽകൽ ജന്നത്തിൽ ഖദ്റാഇ. റമദാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ ഒരു ആന്തോളനങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു. എൻ്റെ നാവിൻ തുമ്പിൽ ഒരു രുചിയൂറുന്നുണ്ട്. ആ രുചി നോമ്പ് തുറക്കുമ്പോഴുള്ള ഭക്ഷണത്തിൻ്റെ രുചിയല്ല, മറിച്ച് മിൻ തുഅമി തിൽകൽ ജന്നത്തിൽ ഖദ്റാഇ, ആ പച്ചപ്പ് പിടിച്ച പടച്ച തമ്പുരാൻ സത്യവിശ്വാസികൾക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന സ്വർഗത്തിൻ്റെ ആ വിഭവങ്ങളുടെ രുചിയാണ് എൻ്റെ ചുണ്ടിൽ എൻ്റെ നാവിൽ ഇപ്പോൾ ഊറുന്നത് എന്നാണ്. ആ നിലക്ക് റമദാനിനെ നമുക്ക് സ്വീകരിക്കാൻ അങ്ങനെയാണല്ലോ, പ്രാർത്ഥനയോടെ. എന്തുകൊണ്ടാണ് റമദാൻ പ്രാർത്ഥനയായത് എന്ന് ചോദിച്ചാൽ, അബൂ ഉമാമ റളിയല്ലാഹു അൻഹു വന്നുകൊണ്ട് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ് മുർനി ബിഅമലിൻ യൻഫഅനില്ലാഹി ബിഹി, ഒരു കാര്യം എനിക്ക് പറഞ്ഞു തരുമോ? അള്ളാഹു എനിക്ക് ഗുണം ചെയ്യുന്ന ഒരു കാര്യത്തെക്കുറിച്ച് എനിക്ക് പറഞ്ഞു തരുമോ? അല്ലെങ്കിൽ എനിക്ക് ചെയ്യാവുന്ന ഒരു കർമ്മത്തെക്കുറിച്ച് എന്നെ ഓർമ്മിപ്പിക്കാമോ? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അലൈക ബിസ്സൗം ഫഇന്നഹു ലഅദ്ല ലഹു എന്നാണ്. നോമ്പനുഷ്ഠിച്ചോ, ആ നോമ്പിന് തുല്യമായ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ നോമ്പ്, റമദാൻ എന്നുള്ളത് നോമ്പിൻ്റെ മാസമായതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളിൽ സമാനതകളില്ലാത്ത ഒരു കർമ്മമായി നോമ്പനുഷ്ഠിക്കുമ്പോൾ
അത് നമ്മുടെ വലിയ പ്രാർത്ഥനയായി. പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ വരണ്ടുണങ്ങിക്കിടക്കുന്ന ഒരു ഭൂമിയിലേക്ക് പെയ്തുറങ്ങുന്ന ഒരു പുതുമഴ പോലെ നമ്മൾ റമദാനിനെ സ്വീകരിച്ചു. ദാഹിച്ച് വിവശനായ ഒരു മനുഷ്യന് ലഭ്യമാകുന്ന ശുദ്ധജലം പോലെ റമദാനിനെ നമ്മൾ സ്വീകരിച്ചു. ഒരു രോഗി, മാരകമായ ഒരു രോഗി തൻ്റെ വേദനകൾ അനുഭവിക്കുമ്പോഴാണ് ഇത് തീർക്കാൻ പറ്റുന്ന അത്യുജ്വലനായ ഒരു സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ വരുന്നു എന്നറിയുമ്പോൾ അവൻ്റെ മനസ്സിലുണ്ടാകുന്ന ആഗ്രഹം പോലെ റമദാനിനെ നമ്മൾ സ്വീകരിച്ചു എന്നുള്ളത്. വീണ്ടും റമദാൻ നമ്മുടെ പ്രാർത്ഥനയാകുന്നത് എന്ത് എന്ന് ആലോചിക്കുമ്പോൾ നമ്മൾ നമ്മെക്കുറിച്ച് ആലോചിക്കുന്നു. നമ്മുടെ ഈ ജീവിതം, എനിക്കെൻ്റെ വയസ്സ്, എൻ്റെ പ്രായം, എനിക്കിപ്പോൾ ഒരു 54 വയസ്സായെങ്കിൽ 54 വർഷമായി ഞാൻ യാത്രയിലാണ്. എവിടേക്കാണ് യാത്ര? അത് എൻ്റെ റബ്ബിലേക്കാണ് എന്നാണ്. അല്ല, നമ്മളെന്നും മിക്ക ദിവസങ്ങളിൽ നമ്മൾ പറയും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഞങ്ങൾ അള്ളാഹുവിൻ്റേതാണ്, അള്ളാഹുവിലേക്കാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത്. ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന ബോധ്യം. റമദാൻ നമ്മുടെ പ്രാർത്ഥനയാകുന്നത് ഈ ഒരു ബോധ്യം കൊണ്ടാണ്. നമ്മൾ ഓരോ ദിവസവും ഓരോ നിമിഷവും എൻ്റെ റബ്ബിലേക്ക് ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ആ അള്ള എനിക്ക് നിശ്ചയിച്ച ദിനം അത് തടഞ്ഞു വെക്കാൻ എന്നെ കൊണ്ടാകില്ല. അല്ലെ, ലോകത്ത് ഒരുപാട് ആളുകൾ മരണത്തെ നീട്ടിവെക്കാൻ വേണ്ടി പരിശ്രമിച്ചവരെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അതിലൊരാളാണ് ദി ആർട്ടിസ്റ്റ് ഓഫ് ദി സെഞ്ച്വറി എന്നറിയപ്പെടുന്ന മൈക്കിൾ ജാക്സൺ. മൈക്കിൾ ജാക്സൻ്റെ ഒരു ആഗ്രഹം ഉണ്ടായി, 150 വർഷം ജീവിക്കണം. അധികമൊന്നുമില്ല, ഒരു 150 വർഷം ജീവിച്ചാൽ മതി. അതിനെന്തൊക്കെ വേണം, സെറ്റപ്പ് എടുക്കണം, എന്തൊക്കെ ഒരുക്കങ്ങൾ ഒരുക്കണമെന്ന് അദ്ദേഹം ആലോചിച്ചു. അങ്ങനെ വലിയ കാലിഫോർണിയയിൽ നിന്ന് ചുറ്റുപാടുകളുമുള്ള ഏറ്റവും വിദഗ്ധരായ 12ഓളം ഡോക്ടർമാരെ അദ്ദേഹം കൊണ്ടുവന്നു. അപ്പോൾ ആ ഡോക്ടർമാരുടെ നിർദ്ദേശമനുസരിച്ച് തൻ്റെ കൊട്ടാരത്തിൽ അദ്ദേഹം ഇങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഡോക്ടർമാരുടെ സാന്നിധ്യത്തിൽ ഓരോ ദിവസവും അദ്ദേഹത്തിൻ്റെ മുടി മുതൽ അടിവരെ പൂർണ്ണമായ ഫുൾ ഫിസിക്കൽ ചെക്കപ്പാണ്. ആരോഗ്യത്തോടു കൂടി 150 വർഷം ജീവിക്കണമല്ലോ. പിന്നെ അദ്ദേഹം കഴിക്കുന്ന ഭക്ഷണം, അതിൻ്റെ ന്യൂട്രീഷൻ ഓരോ ദിവസവും ചെക്ക് ചെയ്ത് ലാബിൽ ചെക്ക് ചെയ്ത് ആ ശരീരത്തിന് അനുഗുണമായ ഭക്ഷണങ്ങൾ മാത്രം നൽകി. അങ്ങനെ 25ഓളം വർഷം അങ്ങനെ അദ്ദേഹം ജീവിക്കുകയാണ്. കിടന്നുറങ്ങുന്നതോ ഏറ്റവും അത്യന്താധുനിക മോഡേണായ ബെഡിലാണ്. അത് ഓക്സിജൻ സ്വന്തം കൺട്രോൾ ചെയ്യുന്ന ടെക്നോളജിയുള്ള കിടപ്പറകളിൽ അദ്ദേഹം കിടന്നുറങ്ങി. ഇവരൊക്കെ നോക്കി നിൽക്കേ, ഈ എല്ലാ ഡോക്ടർമാരുമൊക്കെ നോക്കി നിൽക്കേ, കാലിഫോർണിയയിലുള്ള സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ തൻ്റെ അടുത്ത് നിൽക്കേ, തൻ്റെ 50ാമത്തെ വയസ്സിൽ മില്യൺ കണക്കിന് ഡോളറുകളുടെ ഉടമസ്ഥനായ ലോകമറിഞ്ഞ ഈ ആർട്ടിസ്റ്റ് മരിച്ചു പോവുകയാണ്. 100 വർഷത്തെ തൻ്റെ സ്വപ്നങ്ങളെ ബാക്കിയാക്കിയിട്ട് മരണപ്പെട്ടു പോവുകയാണ് എന്നാണ്. നമുക്ക് റമദാൻ എന്തുകൊണ്ട് പ്രാർത്ഥനയാകുന്നു എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം എനിക്കെപ്പോഴാണ് ഈ അവസ്ഥ വരുന്നത് എന്ന ചോദ്യമാണ്. എനിക്കെൻ്റെ റബ്ബിനെ കണ്ടുമുട്ടണം. ആ റബ്ബിലേക്ക് ഞാൻ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു. ഇമാം അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ പൗത്രനുണ്ട്, അലി ഇബ്നു ഹുസൈൻ ബിൻ അലി സൈനുൽ ആബിദീൻ എന്ന് ചരിത്രത്തിൽ വിസ്തൃതനായ അദ്ദേഹം ജീവിതയാത്രയെക്കുറിച്ചൊരു കവിത എഴുതിയിട്ടുണ്ട്. അതിലിങ്ങനെ ഈ ഇങ്ങനെയാണ്: എൻ്റെ അടുത്തവർ എൻ്റെ ചുറ്റും ഇങ്ങനെ നിന്നു, അവരിങ്ങനെ കരയുന്നുണ്ട്, അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകുന്നുണ്ട്. ഞാൻ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ കണ്ടുകൊണ്ട് അവർ വേദനിക്കുന്നുണ്ട്. വഖദ് അതൗ ബി തബീബിൻ കയ്യുആലിജുനി വലം അറത്തിബ ഹാദൽ യൗമ യൻഫഉനി. എന്നിട്ട് ഏറ്റവും നല്ല ബിഷഗ്വരനെ കൊണ്ടുവന്നു, ഏറ്റവും നല്ല ഡോക്ടേഴ്സിനെ എന്നെ രക്ഷപ്പെടുത്താൻ, അല്ലെങ്കിൽ അവർ എന്നെയും കൊണ്ട് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് പോയി. പക്ഷെ ഞാൻ അറിഞ്ഞു, ഇന്ന് ഒരു മെഡിക്കൽ സയൻസിനും എന്നെ രക്ഷപ്പെടുത്താൻ സാധ്യമല്ല. അവരൊക്കെ നോക്കി നിൽക്കേ, എൻ്റെ ചൊണ്ടിൽ, എൻ്റെ ചമ്പിൽ അദ്ദേഹം ആത്മകഥ നടത്തുകയാണ്. മറ്റുള്ളവരെ കുറിച്ചല്ല പറഞ്ഞു. നമുക്ക് നമ്മുടെ ജീവിതയാത്രയെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കുമ്പോൾ ആ ജീവിതത്തിൻ്റെ സായാഹ്നത്തിൽ എൻ്റെ തൊണ്ടക്കുഴിയിൽ നിന്നൊരു ശബ്ദം വരും. ആ ശബ്ദത്തിനപ്പുറത്ത് എൻ്റെ ഉമിനീര് കയ്പായി മാറും, എൻ്റെ ശരീരത്തിൽ നിന്ന് റൂഹ് നഷ്ടപ്പെടും. അങ്ങനെ മരണം ഉറപ്പാക്കിയാൽ പിന്നെ അവർ എൻ്റെ കണ്ണുകൾ പതുക്കെ ചിമ്മും, എൻ്റെ താടി കൂട്ടിക്കെട്ടും. പിന്നീട് അവർ കഫംപുടവുകൾ വാങ്ങാനുള്ള തിരക്കിലായി. പിന്നെ ആ യാത്ര ഓരോന്നോരോന്ന് അദ്ദേഹം ഇങ്ങനെ എഴുതുന്നുണ്ട്. മനസ്സിനെ തട്ടുന്ന രൂപത്തിൽ എൻ്റെ യാത്രയെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. നമ്മളും നമ്മുടെ ചുറ്റുപാടും ഇങ്ങനെ കാണുന്നു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എൻ്റെ മരണവാർത്ത കേട്ടുകൊണ്ട് മറ്റുള്ളവർ പറയുമോ? ഈ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നുള്ളതാണ്
റമദാൻ എനിക്ക് പ്രാർത്ഥനയും വലിയ പ്രതീക്ഷയും വലിയ സന്തോഷവുമായി മാറുന്നത് എന്നാണ്. ആ റബ്ബിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ റബ്ബിനെ തൃപ്തിപ്പെടുത്താനുള്ള ധാരാളം കർമ്മങ്ങൾ ഓട്ടോമാറ്റിക്കായി എൻ്റെ ജീവിതത്തിലേക്ക് വരുന്നൊരു മാസമാകുന്നു വിശുദ്ധ റമദാൻ എന്നുള്ളത് എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലുണ്ട് റമദാൻ വരുമ്പോൾ ഇങ്ങനെ ഒരു സന്തോഷം. അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ഹദീസുകൾ നമുക്കറിയാം. എൻ്റെ വിഷയം എന്നുള്ളത് മഗ്ഫിറത്തിൻ്റെ മാസം എന്നാണ്. അതിൻ്റെ ഒരു ആമുഖമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റമദാൻ വരുന്ന നമ്മളോട് ഇങ്ങനെ പറഞ്ഞ ഹദീസുകളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ കാണാം. അതാക്കും റമദാൻ, അതാ എന്നാൽ ഇതാ വന്നെത്തി എന്നാണ്. ഒരു കൈകൊട്ടിപ്പാട്ടിൻ്റെ ഈരടി പോലെ ഇതാ റമദാൻ നിങ്ങളിലേക്ക് വന്നെത്തി. എന്നിട്ട് ഒരുപാട് അതിൻ്റെ ഗുണങ്ങൾ ഈ റമദാനിൽ നിങ്ങൾക്ക് ലഭ്യമാകുന്ന നിങ്ങൾ ഒരു കദ്അലക്കും ഷഹ്റുൻ അളീമുൻ, നിങ്ങളിതാ ഒരു മഹത്തായ മാസത്തിൻ്റെ ശീതളച്ചായയിലാണ്. മൻ തഖറബ ബിഹസ്ലത്തിൻ, ഏതെങ്കിലും ഒരു തന്മ നിങ്ങൾ ചെയ്താൽ അത് ഫർള് ചെയ്തതുപോലെ ഫർള് ചെയ്താൽ 70 ഇരട്ടി നിങ്ങൾക്ക് പുണ്യം. തുഫ്തഹു ഫീഹി അബ്വാബുൽ ജന്ന, സ്വർഗത്തിൻ്റെ വാതിലുകൾ ഇതാ നിങ്ങൾക്ക് മുമ്പിൽ തുറക്കപ്പെട്ടിരിക്കുന്നു. ഇത് റഹ്മത്തിൻ്റെ മാസമാണ്, ഇത് മഗ്ഫിറത്തിൻ്റെ മാസമാണ്, ഇത് നരകവിമുക്തിയുടെ മാസമാണ്. ആകാശത്തിൻ്റെ കവാടങ്ങളെ തുറക്കപ്പെട്ട് പടച്ച തമ്പുരാന്റെ മലായിക്കത്തുകൾ ലോകത്തോട് വിളിച്ചു പറയുന്ന മാസമാണ്. യാ ബാഗിയൽ ഖൈരി അഖ്ബിൽ, അല്ലയോ നന്മയാഗ്രഹിക്കുന്നവരെ നിങ്ങൾ മുന്നോട്ട് വരിക. പണ്ഡിതന്മാർ അതിന് നൽകി വ്യത്യസ്ത പേരുകൾ നൽകിയിട്ടുണ്ട്. അതിലൊരു പേര് മിൽമാർ ലിൽ ഇബാദ് എന്നാണ്. സ്റ്റേഡിയം എന്നാണ് മിൽമാർ എന്ന് പറഞ്ഞാൽ അർത്ഥം. നമ്മളൊക്കെ മത്സരത്തിന് വേണ്ടി പ്ലെയേഴ്സ് കളിക്കാരിറങ്ങുന്നത് പോലെ നിങ്ങൾ ഈ നന്മയുടെ കളിക്കളത്തിലേക്ക് ഇറങ്ങിയിട്ട് ആ ഓളം നിങ്ങൾ അതിൽ സൽക്കർമ്മങ്ങളിലൂടെ മുന്നോടി പ്രയത്നിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന മിൽമാർ ആണിത്. റബീഉൽ ഹയാത്തിൽ ഇസ്ലാമിയ, ഇത് ഇസ്ലാമിക ജീവിതത്തിൻ്റെ വസന്തമാണ്. അങ്ങനെ നമുക്ക് തോന്നിയോ? ഇത് ഭാരമോ വിഷമമോ സന്തോഷമോ പ്രതീക്ഷയോ? എന്താണ് റമദാൻ? തബഅയാസാദ് പേ ഖൈദേ റമദാൻ ബാരി ഹേ, ജറാ തും കഹോ യേ ആയിൻ വഫാദാരി ഹേ. ഇക്ബാൽ സുന്ദരമായിട്ട് പറയാൻ എന്തൊരു ബുദ്ധിമുട്ടാണ്. ഒരു മനുഷ്യൻ, ഒരു മുസ്ലിം അല്ലാത്ത നമ്മുടെ സഹോദരൻ, ഒരു കൂട്ടുകാരൻ എപ്പോഴും നമ്മളോട് ചോദിക്കും, എന്തിനാണ് ഈ ചെറിയ കുട്ടികളെയൊക്കെ എത്ര പ്രയാസപ്പെടുത്തുന്നത്? നമ്മളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അവരങ്ങനെ തോന്നും. ഒരു നിഷ്പക്ഷനായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം റമദാനിൻ്റെ ബന്ധനങ്ങൾ എത്ര ഭാരമാണ്. തിന്നരുത്, കുടിക്കരുത്, നോക്കരുത്, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത് ഒക്കെ. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഇക്ബാൽ പറയണം, നീ അവനോട് പറഞ്ഞ് മനസ്സിലാക്കി. എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇത് ഇത് ഭാരമല്ല, ഇത് ബുദ്ധിമുട്ടല്ല, ഇത് പ്രയാസമല്ല, ഇത് ഒരു വാക്തത്വം പൂർത്തീകരിക്കുന്ന അടിമയുടെ സന്തോഷത്തിൻ്റെ നിമിഷങ്ങളാണ്. ഇത് അടിമയും ഉടമയും ഞാനും എൻ്റെ തമ്പുരാനും തമ്മിലുള്ള വലിയൊരു കോൺട്രാക്റ്റിൻ്റെ പൂർത്തീകരണമാണ്. ആരാണ് എനിക്ക് ഈ സകലമാന അനുഗ്രഹങ്ങളും നൽകിയത്? എൻ്റെ റബ്ബ് എനിക്ക് നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് എനിക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ സാധിക്കുമോ? നമ്മളിപ്പോഴും ഇരിക്കുന്നുണ്ട്. ഞാൻ ശ്വസിക്കുന്ന ഓരോ ശ്വാസോച്ഛ്വാസവും, ഞാൻ കാണുന്ന കണ്ണും കേൾക്കുന്ന കാതും, എൻ്റെ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളെടുത്ത് ഓരോന്നെടുത്ത് നമ്മൾ നോക്കിയാൽ, എൻ്റെ കരളായാലും എൻ്റെ ഹൃദയമായാലും എൻ്റെ കിഡ്നി ആയാലും എൻ്റെ ശരീരത്തിൻ്റെ ഓരോ കാര്യങ്ങളുമായാലും, അതുമാത്രം എടുത്തിങ്ങനെ നോക്കിയാൽ എൻ്റെ റബ്ബ് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ എത്രയാണ്. ആ അനുഗ്രഹങ്ങൾ ആസ്വദിച്ചുകൊണ്ട് ഞാനിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ആ അനുഗ്രഹങ്ങൾ മുഴുവൻ നൽകിയ തമ്പുരാൻ എനിക്ക് കുടിക്കാനും അതുപോലെ തന്നെ ഉണ്ണാനുമുള്ളതെല്ലാം സംവിധാനിച്ച തമ്പുരാൻ എന്നോട് പറഞ്ഞു, ഒരല്പസമയം മാറി നിൽക്കൂ. തയ്യാറാണ് തമ്പുരാനെ. ആനന്ദത്തോടെ സന്തോഷത്തോടെ ആയിൻ വഫാദാരി ഹേ, ഞാനും എൻ്റെ റബ്ബും തമ്മിലുള്ള വലിയ ഒരു കോൺട്രാക്റ്റാണിത്. അതുകൊണ്ട് നമുക്ക് ആനന്ദമാണ്, സന്തോഷമാണ്. ഞാൻ പറയുന്നത് ഈ സന്തോഷവും ആനന്ദവും ഈ പ്രതീക്ഷയിലൂടെ ഒക്കെ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ റമദാൻ്റെ ഒരുപാട് സമ്മാനങ്ങളിൽ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു സമ്മാനമാണ് ഇത് മഗ്ഫിറത്തിൻ്റെ മാസമാണ് എന്നുള്ളത്, പാപമോചനത്തിൻ്റെ മാസമാണ്. അതുകൊണ്ടാണ് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു റമദാൻ വരുമ്പോൾ ഇങ്ങനെ പറയാറുണ്ടത്രേ, മർഹബൻ ബിമുതഹിരിനി മിനദ്ദുനൂബ്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു, എന്നെ എല്ലാ പാപങ്ങളിൽ നിന്നും സംശുദ്ധീകരിക്കുന്ന റമദാൻ നീ കടന്നു വന്നാലും മർഹബൻ. ഓരോ സത്യവിശ്വാസിയും ഹൃദയം തുറന്നുകൊണ്ട് പറയേണ്ടുന്ന കാര്യം അതാണ്, മർഹബൻ ബിമുതഹിരിനി, എന്നെ ശുദ്ധീകരിക്കാൻ, എൻ്റെ ജീവിതത്തിലെ വന്നുപോയിട്ടുള്ള സകലമാന അരുതായ്മകളിൽ നിന്നും എന്നെ ശുദ്ധീകരിക്കുന്ന റമദാൻ നീ കടന്നു വന്നാലും. റമദാൻ എന്ന പദത്തിൻ്റെ അർത്ഥം നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട്.
രണ്ടർത്ഥം അതിൽ. ഒരർത്ഥം പുതുമഴ എന്നാണ്, മത്തറുൻ ഖബലൽ ഖരീഫ് അല്ലേ. ഒരു വർഷം ഇങ്ങനെ അടിഞ്ഞുകൂടിയ, ഈ ഭൂമുഖത്തടിഞ്ഞുകൂടിയ സകലമാന മാലിന്യങ്ങളെയും പെയ്തിറങ്ങുന്ന, കുത്തിയൊലിച്ചിറങ്ങുന്ന പുതുമഴ എത്രമാത്രം വൃത്തിയാക്കുന്നുവോ അതുപോലെ എൻ്റെ ഹൃദയത്തിലേക്ക് പെയ്തിറങ്ങി എൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിക്കാൻ, എൻ്റെ ഹൃദയത്തിലേക്ക് പെയ്തിറങ്ങുന്ന ഒരു പുതുമഴയായി, ഒരു നീരൊഴുക്കായി റമദാൻ നീ കടന്നു വന്നാലും എന്നാണ് നമ്മൾ ഒരു റമദാനിൻ്റെ അർത്ഥം. മറ്റൊരർത്ഥം എന്നുള്ളത് കരിച്ചു കളയുന്നത് എന്നാണ്, റേഡിയേഷൻ. എനിക്കൊരുപാട് ദുസ്വഭാവങ്ങളുണ്ട്. നമ്മളൊന്ന് ആലോചിച്ചാൽ, എനിക്കെന്നെ ഇഷ്ടമില്ലാത്തത് ശരിയല്ല. എൻ്റെ നാവ്, അതുപോലെ തന്നെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ എനിക്ക് തന്നെ ഇഷ്ടമില്ല. എൻ്റെ കുടുംബിനികൾക്ക്, എൻ്റെ മക്കൾക്ക്, എൻ്റെ അടുത്തവർക്കൊന്നും ഇഷ്ടമില്ലാത്ത ഒരുപാട് സ്വഭാവങ്ങളുണ്ട്. ആ സ്വഭാവങ്ങൾ, അൺവാണ്ടഡ് സെൽ ആണ് ക്യാൻസർ എന്ന് പറയാറുണ്ട്. അതിൻ്റെ ചികിത്സയാണ് റേഡിയേഷൻ, കരിച്ചു കളയുന്നത്. റമദാൻ ഒരർത്ഥം അങ്ങനെയാണ്. എന്നിൽ ആവശ്യമില്ലാത്ത സകലമാന ദുസ്വഭാവങ്ങളെയും ഈ 30 ദിവസത്തെ പരിശീലനം കൊണ്ട് കരിച്ചു കളഞ്ഞ് പുതിയൊരു മനുഷ്യനായി മാറാൻ എനിക്ക് പരിശുദ്ധ റമദാൻ നിമിത്തമാകണം എന്നുള്ളതാണ്. ഞാൻ എൻ്റെ സഹോദരങ്ങളോടും എന്നോടും ചോദിക്കുകയാണ്, നമ്മുടെ ആയുസ്സിൽ എത്ര റമദാൻ നമുക്ക് കിട്ടി? ഓർമ്മയോടുകൂടി നമ്മളിങ്ങനെ ഇതുപോലെയൊക്കെ വളരെ ആഗ്രഹത്തോടു കൂടി തന്നെ റമദാനെ സ്വീകരിച്ചിട്ട് കടന്നു പോയിട്ടുണ്ട്. 55 വയസ്സിൽ ഒരു 10 വയസ്സ് അങ്ങോട്ട് പോയാലും 40-45 റമദാൻ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഏത് റമദാനാണ് ആ റമദാൻ? ഇതുപോലെയുള്ള എല്ലാ പടച്ചതമ്പുരാൻ്റെ അനുഗ്രഹങ്ങളും പടച്ചതമ്പുരാൻ്റെ ഓഫറുകളും അതിലുണ്ടായി. അതിൽ നമ്മൾ ഈ പറഞ്ഞ മഗ്ഫിറത്താണ് വലിയ ഓഫറെങ്കിൽ എനിക്കത് ലഭ്യമായ എത്ര റമദാനുകളുണ്ട്? ഏതാണ് വിച്ച് ഈസ് ദ ബെസ്റ്റ് റമദാൻ? എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല റമദാൻ ഏതാണ്? ആ തുറന്നിട്ടിരിക്കുന്ന സ്വർഗത്തിൻ്റെ കവാടങ്ങളിലേക്ക് ഓടിയെടുക്കാൻ എന്നെ പ്രാപ്തമാക്കിയ റമദാൻ ഏതാണ്? എല്ലാം സംശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്ന റമദാൻ ഏതാണ് എന്ന് നമ്മൾ ആലോചിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് ഇങ്ങനെ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് ഓരോന്നോരോന്നും ഇങ്ങനെ നോക്കാം. നമ്മുടെ അവയവങ്ങളുണ്ട്. കണ്ണുണ്ട്, കാതുണ്ട്, ശരീരത്തിൻ്റെ വ്യത്യസ്തങ്ങളായ അവയവങ്ങളുണ്ട്. കണ്ണ് എന്നുള്ളത് വലിയ അനുഗ്രഹം. നമ്മൾ ആലോചിക്കില്ല, നമ്മളെപ്പോഴും ഇല്ലാത്തത്, എനിക്ക് നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് കുറേ ആലോചിക്കും. എല്ലാ മനുഷ്യരും അങ്ങനെയാണ്, ഇല്ലാത്തതിനെക്കുറിച്ച് ആലോചിക്കും. തന്നിട്ടുള്ള ഈ അനുഗ്രഹത്തെ അല്ലേ, ചെറിയ പുസ്തകങ്ങളിൽ, സ്കൂൾ പുസ്തകങ്ങളിൽ ഒരു അറബി കവിതയുണ്ട്. അത് ഇന്നഹു തിഫ്ലുൻ മരീർ എന്നാണ്. അവൻ അന്ധനായ കുട്ടിയാണ്. ഒരു കുട്ടി തൻ്റെ ഉമ്മയുടെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ പാടുന്ന പാട്ടാണ്. യാ ഉമ്മി മാ ശക്ലുസ് സമാഇ വമദ്ദിയാഉ വമൽ ഖമർ ബിജമാലിഹാ തതഹദ്ദസൂന വലാ അറാ മിൻഹൽ അസർ. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ, നിങ്ങളിങ്ങനെ ആകാശം എന്ന് പറയുന്നുണ്ട്. എന്താണ് ഈ ആകാശം? നക്ഷത്രങ്ങളെന്ന് ഞാനിങ്ങനെ കേൾക്കുന്നുണ്ട് നിങ്ങൾ പറയുന്നത്. പുഷ്പം, പൂവ്, പൂന്തോട്ടങ്ങൾ ഒക്കെ നിങ്ങൾ പറയുന്നുണ്ട്. എന്താണ് ഈ സാധനം? എനിക്കില്ലല്ലോ, എനിക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ. എൻ്റെ കയ്യിലുള്ള ഈ കണ്ണ് കാണാത്ത വടിയും പിടിച്ചുകൊണ്ട് അതിനെ കണ്ണാക്കിയിട്ട് ഞാൻ തപ്പിത്തടഞ്ഞു നടക്കുകയാണല്ലോ. ലോകത്ത് 40 മില്യണിലധികം ഈ കണ്ണ് കാണാത്തവരുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാനിങ്ങനെ കണ്ണ് കാണുന്ന മനുഷ്യനായിട്ട് ഇവിടെ ജീവിക്കുന്നു. ആ കണ്ണുകൊണ്ട് പടച്ചമ്പുരാൻ പറയുന്ന ഒരു അസർ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അതിങ്ങനെയാണ്, ഖൈരി ഇലൈഹിം നാസിൽ. ഓരോ നിമിഷങ്ങളിലും നിമിഷാർദ്ധങ്ങളിലും എൻ്റെ നന്മകൾ അവരിലേക്ക് ഇറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. എനിക്ക് എൻ്റെ റബ്ബിൻ്റെ അനുഗ്രഹങ്ങൾ ഇങ്ങനെ നമ്മളിപ്പോൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു, കേട്ടുകൊണ്ടിരിക്കുന്നു, ഇരിക്കാൻ സാധിക്കുന്നു, ആരോഗ്യമുണ്ട്, എല്ലാ നിലക്കും ഞാൻ ശ്വസിച്ചു കൊണ്ടിരിക്കുന്നു. ഇതൊക്കെ അള്ളാൻ്റെ അനുഗ്രഹങ്ങളാണ്. ഈ അനുഗ്രഹങ്ങൾ എപ്പോൾ മിടിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ ഹൃദയത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഒന്നിനും എന്നെ തടയാൻ സാധിക്കില്ല. ഞാൻ പറയണ്ട, എൻ്റെ നാട്ടുകാരൻ്റെ ശരിക്കും ചെമ്മണ്ണൂർ എന്ന് പറഞ്ഞ വരന്തരപ്പള്ളി, ഇപ്പം എറണാകുളത്തിലാണ് ആ ചെമ്മണ്ണൂരിൻ്റെ അതിൻ്റെ മുതലാളിയെ ഒരു ദിവസം മസ്കറ്റിൽ ഞങ്ങളുള്ളപ്പോൾ ഇങ്ങനെ കണ്ടു. അപ്പോൾ അദ്ദേഹത്തിന് ചോദിച്ചു എന്താണ് ഇങ്ങനെ. അപ്പോൾ സാധാരണ നല്ല ഒരു സാധാരണ മനുഷ്യനാണ്. അപ്പോൾ ഇങ്ങനെ വന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുക. അദ്ദേഹം മസ്കറ്റിൽ വരാനുള്ള കാരണം, അദ്ദേഹത്തിൻ്റെ പത്നി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക വീടിൻ്റെ ഉമ്മറത്ത്. പെട്ടെന്ന് കുഴഞ്ഞു വീണിട്ട് പിന്നെ ശ്വാസോച്ഛ്വാസം മാത്രമേ ഉള്ളൂ, ഇങ്ങനെ കിടക്കന്നെ. നാട്ടിൽ കാണിച്ചൊരു രക്ഷയില്ല. അങ്ങനെ ഒരു ഫ്ലൈറ്റ് ചാർട്ടർ ചെയ്തിട്ട് അമേരിക്ക വ്യത്യസ്തങ്ങളായ രാഷ്ട്രം ഇങ്ങനെ പോയി ഇങ്ങനെ അതിന് ചികിത്സിച്ചു കൊണ്ടിരിക്കുക എന്നാണ്. ഖൈരി ഇലൈഹിം നാസിൽ. എൻ്റെ നന്മകൾ അവരിലേക്ക് ഇറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. അവർ രാവിലെ എഴുന്നേറ്റു, ഭക്ഷണം കഴിച്ചു, പള്ളിയിലേക്ക് നടന്നു വന്നു, തിരിച്ചു പോകുന്നു, കാണുന്നു, കേൾക്കുന്നു, ശ്വസിക്കുന്നു, ബോധം ചിന്തിക്കുന്നു, ഒക്കെ അവർക്കുണ്ട്. എന്നിട്ട് അള്ളാഹ് ചോദിക്കുകയാണ്, അവർ എനിക്ക് തിരിച്ചു തരുന്നത് എന്താ?
വശർറുഹും ഇലയ്യ സാഇദ്, അവരുടെ തിന്മകളാണ് എന്നിലേക്ക് കയറി വരുന്നത്. ഞാൻ കൊടുത്ത കണ്ണുകൊണ്ട് അവർ എന്ത് ചെയ്തു? എൻ്റെ കാതുകൾ കൊണ്ട് ഞാൻ കൊടുത്ത ഈ എല്ലാ അനുഗ്രഹങ്ങൾ ഉപയോഗിച്ചിട്ട് അവരുടെ തിന്മകളല്ലേ എന്നിലേക്ക് ഇങ്ങനെ കയറി വരുന്നത്. അതഹബ്ബബു ഇലൈഹിം ബിന്നിഅം, ഓരോ അനുഗ്രഹങ്ങളും കൊടുത്തിട്ട് ഞാൻ അവരുടെ ഇഷ്ടം ഇങ്ങനെ വാങ്ങാൻ ശ്രമിക്കണം. അല്ലാഹ് പറയാം, ഈ അനുഗ്രഹങ്ങളൊക്കെ അവർ കൊടുക്കുന്നതിന് എന്നെ ഇഷ്ടപ്പെടാൻ, എന്നെ അനുസരിക്കാൻ, അവരുടെ ഇഷ്ടം തേടാൻ വേണ്ടി ഞാൻ അവർക്ക് അനുഗ്രഹങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കുന്നു. വയതബഖലൂന ഇലയ്യ ബിൽ മഅസി, അവരാകട്ടെ ഒന്നിനു പിറകെ മറ്റൊന്നായി തെറ്റുകൾ ചെയ്തിട്ട് എന്നെ കോപിപ്പിച്ചു കൊണ്ടിരിക്കുന്നു, എൻ്റെ കോപം ഏറ്റുവാങ്ങാൻ അവർ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മൾ അങ്ങനെ ആലോചിച്ച് നോക്കണം. ഈ അള്ളാഹുവിൻ്റെ ഇഷ്ടങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തുന്നവരാണോ നമ്മൾ? അതല്ല അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ പടച്ചതമ്പുരാനെതിരെ അല്ലെങ്കിൽ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തതിന് ഉപയോഗിക്കുന്നവരാണോ നമ്മൾ? അങ്ങനെയൊക്കെ ആലോചിക്കുമ്പോഴാണ് ഇദാ മഗ്ഫിറത്തിൻ്റെ മാസം. നമുക്ക് ഒരിക്കലും പൂർണ്ണമായ പോസിറ്റീവായ ഉത്തരമല്ല കിട്ടുക. ഒരുപാട് തിന്മകൾ, ഒരുപാട് വേണ്ടായ്മകൾ. എന്തിന്? പടച്ചതമ്പുരാനെ, ഞാൻ എന്നിൽ നിന്ന് വന്നു പോയിട്ടുള്ള അരുതായ്മകളെ, എന്നെ നൊന്ത് പ്രസവിച്ച എൻ്റെ പ്രിയപ്പെട്ട ഉമ്മയറിഞ്ഞാൽ പോലും എന്നോട് ദേഷ്യം തോന്നുന്ന വെറുക്കുന്ന തെറ്റുകൾ എന്നിൽ നിന്ന് വന്നു പോകുന്നുണ്ട്. നീ എല്ലാം അറിയുന്നവനാണല്ലോ. നമുക്ക് ആ സന്ദർഭങ്ങളിലെ ഇന്നലകളിലെ ആ എൻ്റെ തെറ്റുകളുടെ കുമ്പാരങ്ങളിലേക്ക് നോക്കുമ്പോഴാണ് ഇതാ മഗ്ഫിറത്തിൻ്റെ മാസം. നിങ്ങൾക്ക് പുറത്തു തരാൻ പടച്ചതമ്പുരാൻ ഇത് നിങ്ങൾക്ക് പാപമോചനത്തിൻ്റെ മാസമാണ് എന്നുമല്ല. തസ്തഗ്ഫിറു ലഹുമുൽ മലായികതു ഹത്താ യുഫ്തിറു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിൽ എനിക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഒരുപാട് അനുഗ്രഹങ്ങളെ പറഞ്ഞ കൂട്ടത്തിൽ ഒന്ന് പറഞ്ഞത് തസ്തഗ്ഫിറു ലഹുമുൽ മലായിക, പടച്ചതമ്പുരാന്റെ മുഖറബീങ്ങളായ മലായികത്തുകൾ ഇസ്തിഗ്ഫാർ നടത്തുന്നു അവർക്ക് വേണ്ടി. പടച്ചതമ്പുരാനെ, നിന്റെ പ്രീതിയാംശിച്ചുകൊണ്ട് ഈ പാവപ്പെട്ട അടിമ അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് ഇതാ നോമ്പുകാരനായി മുന്നോട്ട് പോകുന്നു. അതുകൊണ്ട് അവൻ്റെ പാപങ്ങളെ നീ പുറത്തു കൊടുക്കണമേ എന്ന് അള്ളാഹുവിൻ്റെ മുഖറബീങ്ങളായ മലായിക്കത്തുകൾ ഞാനാകുന്ന നോമ്പുകാരന് വേണ്ടി പ്രാർത്ഥിക്കുമെങ്കിൽ നമുക്ക് എത്ര വലിയ പ്രതീക്ഷയായി മാറും എന്നാണ് ഞാനെപ്പോഴും ഇങ്ങനെ ചോദിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ഓരോന്നോരോന്നായി അല്ലാഹു ഇന്നസ്സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല, എൻ്റെ കണ്ണിനെക്കുറിച്ചും എൻ്റെ കാതിനെക്കുറിച്ചും എൻ്റെ ഹൃദയങ്ങളെക്കുറിച്ചും പടച്ചതമ്പുരാൻ നൽകിയിരിക്കുന്ന ഓരോ അനുഗ്രഹങ്ങളെക്കുറിച്ചും ഞാൻ ചോദ്യം ചെയ്യപ്പെടുന്നവനാണെങ്കിൽ ഇന്നാലില്ല, ഞാൻ അള്ളാഹുവിൻ്റെ സ്വത്താണ് എങ്കിൽ ഞാൻ അള്ളാഹുവിലേക്കാണ് തിരിച്ചു പോകുന്നത്. ആ സ്വത്തിനെക്കുറിച്ച് പടച്ചവൻ എന്നോട് ചോദിക്കുക തന്നെ ചെയ്യും. ഇതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ അള്ളാഹുവേ, എൻ്റെ നാവുകൾ കൊണ്ട് ഞാൻ പറഞ്ഞു കൂട്ടിയ ഗീബത്തിൻ്റെ, നമീമത്തിൻ്റെ, ചീത്തയുടെ, തെറികളുടെ, അനാവശ്യങ്ങളുടെ കണക്കുകൾ ഞാൻ എടുത്തു നോക്കുമ്പോൾ അല്ലാഹുവേ, എങ്ങനെയാണ് ഞാൻ നിന്നോട് ഉത്തരം പറയുക? ഹൽ യകുബ്ബുന്നാസു ഫിന്നാരി ഇല്ലാ ഹസായിദ അൽസിനതിഹിം, മനുഷ്യൻ നരകത്തിലേക്ക് കൂപ്പുകുത്തി വീഴാനുള്ള ഏറ്റവും വലിയ കാരണം എന്നുള്ളത് അവരുടെ നാവ് കൊയ്തെടുത്തത് കൊണ്ടാണ്. യൗമ തജിദു കുല്ലു നഫ്സിൻ മാ അമിലത് മിൻ ഖൈരിൻ മുഹ്ദറ വമാ അമിലത് മിൻ സൂഇൻ, മനുഷ്യൻ ചെയ്ത സകലമാന നന്മകളും കൊണ്ടുവരപ്പെടുന്ന ദിവസം. സൂറത്ത് ആലി ഇംറാൻ. അവൻ്റെ തിന്മകളും കൊണ്ടുവരും. മനുഷ്യൻ ആഗ്രഹിച്ചു പോകും, തവദ്ദു ലൗ അന്ന ബൈനഹാ വബൈനഹു അമദൻ ബഈദ, ഒരിക്കലും കൂടിച്ചേരാത്ത മശ്രിഖും മഗ്രിബും തമ്മിലുള്ള അകലം അത് തമ്മിലുണ്ടായിരുന്നെങ്കിൽ എന്ന്. അല്ലേ? കർമ്മങ്ങൾ രേഖപ്പെടുത്തി ഞാൻ ഓതി വെച്ച ആയത്തുകളുണ്ട്. നമ്മുടെ കർമ്മങ്ങൾ രേഖപ്പെടുത്തി വെക്കപ്പെടുന്ന എവിടെയെന്ന് വിശദീകരിക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആല. അത് കിതാബുൻ മർഖൂം എന്നാണ്. കിതാബുൻ മർഖൂം, കിതാബ് എന്ന് പറഞ്ഞാൽ പുസ്തകമാണ്. മർഖൂം മലയാളത്തിൻ്റെ ഈ തഫ്സീറുകൾ കാണാൻ എഴുതപ്പെട്ട പുസ്തകം എന്നാണ്. കാലഘട്ടം ഇങ്ങനെ പുരോഗമിച്ചപ്പോൾ റഖം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്പർ എന്നാണ്. കിതാബുൻ മർഖൂം എന്ന് പറഞ്ഞാൽ ഡിജിറ്റലൈസ്ഡ് ഡയറി എന്നാണ് ശരിക്കും ഇക്കാലഘട്ടത്തിൽ പറയുമ്പോൾ. ഡിജിറ്റാണ്, എല്ലാം സ്റ്റോർ ചെയ്യപ്പെടുന്ന എങ്ങനെയാണ് ഈ കാലഘട്ടത്തിൽ. കാലഘട്ടം ഇങ്ങനെ പുരോഗമിക്കും തോറും നിങ്ങളുടെ ഈ ഡാറ്റ ഒക്കെ ശേഖരിക്കാൻ കൂടി അതിനെ കോഡാക്കി തിരിച്ചാൽ നിങ്ങൾക്കത് കിട്ടണമെങ്കിൽ നമ്മുടെ ഫോണിലൊരു സാധനം നമുക്ക് സേവ് ചെയ്ത് വെച്ച് കിട്ടണമെങ്കിൽ എന്താണ്, ഒറ്റ ടച്ചിൻ്റെ കാര്യമല്ലേ ഉള്ളൂ. കിതാബുൻ മർഖൂം, നിങ്ങളുടെ നന്മ തിന്മകളെ അള്ളാഹു രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന ഗ്രന്ഥം കിതാബുൻ മർഖൂം ആണ്. അതിൽ നിങ്ങൾ നന്മ തിന്മകൾ നിങ്ങളെ കാണുക തന്നെ ചെയ്യും, കാണിച്ചു തരിക തന്നെ ചെയ്യും എന്ന് അള്ളാഹു. അന്ന് നിങ്ങൾ നിങ്ങളുടെ പ്രവർത്തനങ്ങളെ കണ്ട് ഇഖ്റഉ കിതാബക യാ അബ്ദി അലാ മഹ്ലിൻ ഫഹൽ തറാ ഫീഹി ഹർഫൻ ഗൈറ മാ കാന, വായിക്ക്, നീ തന്നെ വായിക്ക്, നീ റീഡ് ചെയ്യ്. തന്നെ ഇതിനൊക്കെ റീഡ് ചെയ്യലാണ്. വായിച്ചോ, എന്നിട്ട് നീ ചെയ്യാത്ത എന്തെങ്കിലും അതിലുണ്ടെങ്കിൽ പറയ്, കേൾക്കട്ടെ. എല്ലാം
രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ഒരു വായിക്കേണ്ടുന്ന ഒരു ദിനം എനിക്ക് വരുമ്പോഴാണ് ഞാൻ ആലോചിച്ചു ഞെട്ടിപ്പോകുന്നത്, ഇതൊക്കെ ഞാൻ വഷളാവില്ലേ? എല്ലാ അടിയാറുകളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ഞാൻ വഷളാവില്ലേ? അപ്പോഴാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുന്നത് ഔസതുഹാ മഗ്ഫിറ, ഇത് മഗ്ഫിറത്തിൻ്റെ മാസമാണ്. മദ്യം മഗ്ഫിറത്തല്ല, ഈ റമദാൻ മുഴുവൻ നിങ്ങൾക്ക് മഗ്ഫിറത്തിൻ്റെ മാസമാണ്. മൻസാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. നിങ്ങൾ ആരെങ്കിലും ഈമാനോടുകൂടി ഇഹ്തിസാബോടുകൂടി അടിയുറച്ച വിശ്വാസത്തിലും പടച്ച തമ്പുരാന്റെ പുണ്യവും ആഗ്രഹിച്ചുകൊണ്ട് റമദാനിൽ നോമ്പനുഷ്ഠിച്ചാൽ അവൻ്റെ എല്ലാ പാപങ്ങളും, മുൻകഴിഞ്ഞു പോയ എല്ലാ പാപങ്ങളും പുറത്തു കൊടുക്കപ്പെടുന്നു. റമദാൻ നമുക്ക് ആനന്ദമാകില്ലേ, സന്തോഷമാകില്ലേ? നമ്മൾ നോമ്പനുഷ്ഠിക്കുന്നവരാണ്, റമദാനിൽ നിലകൊള്ളുന്നവരാണ്. അള്ളാഹുവിൻ്റെ പൊരുത്തവും അള്ളാഹുവിൻ്റെ തൃപ്തിയും അവനിൽ നിന്നുള്ള കൂലിയും ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാൻ നോമ്പനുഷ്ഠിക്കുന്നതെങ്കിൽ ഇന്നലകളിലെ എൻ്റെ കറുത്ത അധ്യായങ്ങളെ മുഴുവൻ പടച്ച തമ്പുരാൻ എനിക്ക് മായ്ച്ചു തരുമെങ്കിൽ ഇത് മഗ്ഫിറത്തിൻ്റെ മാസമാണ്. മൻ ഖാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. റമദാനിൽ ആരെങ്കിലും ഇതേ വിചാരങ്ങളോടുകൂടി നിന്ന് നമസ്കരിച്ചാൽ അവൻ്റെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കും. ഇനി മൻ ഖാമ ലൈലത്തുൽ ഖദർ, അല്ലെ, പരിശുദ്ധ റമദാന്റെ പുണ്യങ്ങൾ പറഞ്ഞപ്പോൾ ഒന്ന് ലൈലത്തുൽ ഖദറാണ്. 800 വർഷത്തിലധികം നീ കർമ്മങ്ങൾ ചെയ്യുന്ന ഒരു പുണ്യം നിനക്ക് ലഭ്യമാകും. ലൈലത്തുൽ ഖദറിന്റെ ദിനത്തിൽ നീ ഒന്ന് നിന്ന് നമസ്കരിച്ചാൽ നിന്റെ കഴിഞ്ഞുപോയ പാപങ്ങളെ മുഴുവൻ പടച്ചു തമ്പുരാൻ പുറത്തു തരും. മൻ ഫത്തറ ഫീഹി സായിമൻ കാന ലഹു മഗ്ഫിറതൻ ലിദുനൂബിഹി. ഏതെങ്കിലും ഒരു നോമ്പുകാരനെ നീ നോമ്പ് തുറപ്പിച്ചാൽ അത് നിനക്കുള്ള മഗ്ഫിറത്താണ്. വഇത്ഖു റഖബതിഹി മിനൻ നാർ, നരകത്തിന്റെ വിമുക്തിയുമാണ് അത് എന്നാണ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്. എപ്പോഴും നമ്മൾ പറയുന്ന വാക്കാണ് അല്ലാഹുമ്മ ഗഫിർലി അസ്തഗ്ഫിറുല്ലാഹ് എന്നാണ്. എന്നാൽ ഈ റബ്ബിനെ കുറിച്ച് അപ്പം അങ്ങനെയാണ് പറഞ്ഞത്. നിങ്ങൾ ലാ ഉബാലി, പടച്ചവൻ്റെ പ്രയോഗം ഒരു ഖുദ്സിയായ ഹദീസിലാണ്, ഐ ഡോണ്ട് മൈൻഡ് എന്നാണ്. നിങ്ങൾ എന്നിട്ട് ആ ഹദീസ് വലിയ ഹദീസാണ്, ഞാൻ ഉദ്ധരിക്കുന്നില്ല. എങ്ങനെയാണ്? ആകാശലോകങ്ങളിൽ നിന്ന് പെയ്തിറങ്ങുന്ന മഴത്തുള്ളികൾ കണക്കെ നീ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും, ഒരു കടൽ തീരത്ത് പരന്നു കിടക്കുന്ന മണൽത്തരികളുടെ എണ്ണത്തോളം നീ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും, ഒരു കടലിൽ വരുന്ന തിരമാലകൾ ഒന്നിന് പിറകെ മറ്റൊന്നായി അടിച്ചു വരുന്ന തിരമാലകൾ കണക്കെ നീ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും, നിനക്കെൻ്റെ മുമ്പിൽ വന്നുകൊണ്ട് ഞാനിതാ തെറ്റ് ചെയ്തിരിക്കുന്നു റബ്ബേ, അല്ലാഹുമ്മ ഗഫിർലി അസ്തഗ്ഫിറുല്ലാഹ് എന്ന് നീ പറഞ്ഞാൽ, നീ എന്നെ പശ്ചാത്തപിക്കുന്നവനായി എന്നെ കണ്ടുമുട്ടിയാൽ ഈ പാരാവാരത്തേക്കാൾ അധികം മഗ്ഫിറത്തുമായി ഞാൻ നിന്നിലേക്ക് എത്തുന്നതാണ്. വലാ ഉബാലി, നീ എത്ര തെറ്റ് ചെയ്തു എന്ന് ഞാൻ പരിഗണിക്കുകയില്ല, നിനക്ക് ഞാൻ പുറത്തു തരും. റബ്ബുൻ ഗഫൂർ നബ്ബി ഇബാദി അന്നി അനൽ ഗഫൂറുർ റഹീം. എൻ്റെ അടിമകളോട് പറഞ്ഞു കൊടുത്തോ, ഞാൻ അത്യധികം കാരുണ്യവാനും എല്ലാം പൊറുക്കുന്നവനുമാണ് എന്നാണ്. വളരെ ആശ്വാസത്തിൻ്റെ ഒരു വലിയ ഹദീസ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നൊരു ഹദീസ് ഉണ്ട്. അത് ഖുദ്സിയായ ഹദീസിൽ അല്ലാഹ് പറയാണ്, അതിന ബഅബ്ദുൻ ദംബൻ, ഒരടിമ തെറ്റ് ചെയ്തു, എന്നിട്ട് അവൻ പറഞ്ഞു അല്ലാഹുമ്മ ഗഫിർലി ദംബി എന്ന് പറഞ്ഞു. അല്ലാഹുവേ എൻ്റെ തെറ്റ് നീ എനിക്ക് പുറത്തു തരണേ എന്ന് പറഞ്ഞാൽ ഖാല തബാറക വ തആല, അപ്പോൾ അടിമ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും അത്ര അതിന ബഅബ്ദി ദംബൻ, ശരിയാണ്, എൻ്റെ അടിമ തെറ്റ് ചെയ്തു, അത് അവൻ്റെ ഒരു പ്രകൃതിയാണ്. കുല്ലു ബനി ആദമ ഖത്താഉൻ, അവൻ്റെ ചാബല്യങ്ങളാണ്, അതനുസരിച്ച് അവൻ തെറ്റ് ചെയ്തു എന്നുള്ളത് ശരി തന്നെ. പക്ഷേ ഇപ്പോൾ ഫഅലിമ അന്ന ലഹു റബ്ബൻ യഗ്ഫിറു ദംബ വ യഖുദു ബിദംബി, എന്നാൽ അവൻ തിരിച്ചറിഞ്ഞു പാപങ്ങളെ പുറത്തു കൊടുക്കുന്ന റബ്ബ് അവനുണ്ടെന്നവൻ തിരിച്ചറിഞ്ഞിട്ട് അവൻ അവൻ്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് എന്നോട് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞല്ലോ. എന്ന് പറയുന്ന റബ്ബാണ്. അവൻ അറിഞ്ഞു ഈ ഒരു റബ്ബുണ്ടെന്ന്, പാപങ്ങൾ പുറത്തു കൊടുക്കുകയും ആ പാപങ്ങളുടെ പേര് ശിക്ഷിക്കുകയും ചെയ്യുന്ന ഒരു റബ്ബുണ്ട് എന്ന് പറയുന്ന, അവൻ തിരിച്ചറിഞ്ഞല്ലോ എന്ന് പറയുന്ന, എന്ന് ആനന്ദിക്കുന്ന, സന്തോഷിക്കുന്ന നബ്ബി ഇബാദി അന്നി അനൽ ഗഫൂറുർ റഹീം. പ്രിയമുള്ളവരെ, ഈ റമദാൻ ഒരിക്കലും ഞാൻ പഴയ പാപങ്ങളുടെ ഭാണ്ഡവും പേറി ശവ്വാലിലേക്ക് പോകുന്നവനാകരുത് എന്ന് ഞാൻ എന്നെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇങ്ങനെയൊക്കെ വിശാലമായ ആകാശലോകങ്ങളിൽ നിന്നും ഇരുകരങ്ങളും ഇങ്ങനെ നിവർത്തിയിട്ടുകൊണ്ട് എൻ്റെ അടിമ എന്നോട് ഇസ്തിഗ്ഫാർ നടത്തുന്നുണ്ടോ എന്ന് ചോദിക്കുന്ന റബ്ബിനെ കുറിച്ച് നാം പരിചയപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ കൈകൾ ഉയരണം, എൻ്റെ കണ്ണുകൾ സജലങ്ങളാകണം എൻ്റെ റബ്ബിൻ്റെ മുമ്പിൽ. അതാണ് ഇസ്ലാം ഈ വെച്ചിരിക്കുന്ന വലിയൊരു പ്രത്യേകത. ക്രൈസ്തവ സമൂഹം അറിയാം, ഒരു കുമ്പസരിക്കണം, ഒരു മനുഷ്യൻ്റെ മുമ്പിൽ പോയിട്ട് ഇങ്ങനെ പറയണം. ഇസ്ലാം എന്നുള്ളത് ഒരാളോടും നീ പറയണ്ട, നീയും നിൻ്റെ റബ്ബും ആ റബ്ബിൻ്റെ മുമ്പിൽ നീ തുറന്നു വെച്ചാൽ മതി അസ്തഗ്ഫിറുല്ലാഹ് എന്നുള്ളത്.
എല്ലാ റമദാനും നമ്മൾ കേൾക്കുന്നൊരു ഹദീസുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ കയറിയപ്പോൾ 3 ആമീൻ പറഞ്ഞു എന്നാണ്. ആ 3 ആമീൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ അവിടെ ഇരിക്കുന്ന സഹാബത്തിന് വലിയ ഒരു ആകാംക്ഷയായി. റസൂലിനോട് ചോദിച്ചു എന്താണ് ആ 3ഉം. റസൂൽ വിശദീകരിച്ചു കൊടുത്തു, എന്താണ് ഞാൻ ആമീൻ പറഞ്ഞത്. ഞാൻ മിമ്പറിൽ കയറുന്ന സമയത്ത് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്നു, 3 പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ചു. അതിലൊരു പ്രാർത്ഥന ഇങ്ങനെയായിരുന്നു, വല്ലദീ നഫ്സി ബിയദിഹി ലൗ, ആരെങ്കിലും മൻ അദ്റകഹു റമദാൻ, ആർക്കെങ്കിലും റമദാനിൽ ജീവിച്ചിരിക്കാൻ ഭാഗ്യം ലഭിച്ചിട്ട് ഫലം യുഗ്ഫർ ലഹു, അവൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെട്ടില്ലെങ്കിൽ, റമദാനിൽ ജീവിച്ചിരിക്കാൻ അള്ളാഹു അവസരം നൽകിയിട്ടും ചെയ്തു പോയ പാപങ്ങളെ മായ്ച്ചു കളയിപ്പിക്കാൻ പൊറുക്കപ്പെടിക്കാൻ അവന് സാധിച്ചിട്ടില്ല, ഫഅദ്ഖലന്നാർ, അങ്ങനെ നരകാവകാശി അവൻ മാറിയെങ്കിൽ അള്ളാഹു അവനെ എല്ലാത്തിൽ നിന്നും അകറ്റിക്കളയട്ടെ, എല്ലാ കാരുണ്യങ്ങളിൽ നിന്നും അവൻ അകറ്റിക്കളയട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ പ്രാർത്ഥന കേട്ടപ്പോഴാണ് ഞാൻ ആമീൻ പറഞ്ഞത് എന്നാണ് ഷെയ്ഖ് യൂസുഫുൽ ഖർളാവി റഹ്മഹുല്ലാഹ്. അദ്ദേഹം ഈ ഹദീസിനെ വിശകലനം ചെയ്തിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്, ആരാണ് പ്രാർത്ഥിച്ചത്. മുസ്ലിം ഉമ്മത്തെ നിങ്ങളൊന്ന് ആലോചിക്കണം എന്നാണ്. ആകാശലോകങ്ങളുടെ അമീൻ എന്നറിയപ്പെടുന്ന ഹാമിലുൽ വഹിയായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയ്ക്ക് അമീൻ പറഞ്ഞതാരാണ്? ഈ ഭൂമി ലോകത്ത് കാലുകുത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും അഷ്റഫുൽ മഖ്ലൂഖായ അള്ളാഹുവിൻ്റെ പ്രവാചകൻ അൽ അമീൻ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ അമീൻ പറഞ്ഞു. അമീനുസ്സമാഇന്റെ പ്രാർത്ഥനയ്ക്ക് അമീനുൽ അർള് അമീൻ പറഞ്ഞെങ്കിൽ, ഞാൻ ഈ റമദാനിൽ ജീവിച്ചിരിക്കാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചിട്ടും എൻ്റെ ഇന്നലകളിലെ കറുത്ത അധ്യായങ്ങളിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാൻ സാധിച്ചില്ലെങ്കിൽ എന്നേക്കാൾ പരാജയപ്പെട്ടവൻ ആരുണ്ട് എന്ന് തിരിച്ചറിയണം. റമദാനിനെ മഗ്ഫിറത്തിൻ്റെ മാസമായി, പാപമോചനത്തിൻ്റെ മാസമായി നമ്മൾ ചോദിക്കുന്ന അസ്തഗ്ഫിറുല്ലാഹ് എന്ന ഈ ചോദ്യം ധാരാളമായി റബ്ബിനോട് ചോദിച്ചുകൊണ്ട് ഞാൻ നാളെകളെ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാകണം എന്നാണ് എനിക്ക് എൻ്റെ സഹോദരങ്ങളെ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. ഞാൻ ചരിത്രം, ഈ അബൂ നുവാസ് എന്ന് പറയുന്നൊരു കവിയുണ്ട് അറബി സാഹിത്യത്തിൽ. അദ്ദേഹത്തെ അറിയപ്പെടുന്നത് ഷായിറുൽ ഖംർ എന്നാണ്, കള്ളിൻ്റെ കവി. അദ്ദേഹത്തിൻ്റെ കവിതയുടെ പ്രമേയം മുഴുവൻ അതാണ്, കള്ളിനെക്കുറിച്ച്, മദ്യത്തെക്കുറിച്ചും മദിരാക്ഷിയെക്കുറിച്ചും, മദിരാക്ഷി ആ പെണ്ണിനെക്കുറിച്ചും കള്ളിനെക്കുറിച്ചും. അങ്ങനെ ഈ കവിത എഴുതിയിട്ട് ചരിത്രത്തിൽ പറയുന്നത് അദ്ദേഹത്തിൻ്റെ മരണസമയത്ത് കവിളിൻ്റെ ചുവടിൽ ഒരു 4 വരി കവിത വരിയുണ്ടായി എന്നാണ്. അദ്ദേഹം ഇങ്ങനെ തൻ്റെ ജീവിതങ്ങളെക്കുറിച്ച് ആലോചിച്ച് എഴുതി വെച്ചൊരു കവിതയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു ആശയം പോലെ എൻ്റെ റബ്ബിൻ്റെ നേരെ തിരിയാൻ പറ്റും. യാ റബ്ബി ഇൻ അളമത് ദുനൂബി കസ്റതൻ ഫലഖദ് അലിംതു ബി അന്ന അഫ്വക അഅ്ലമു ഇൻ കാന ലാ യർജൂക ഇല്ലാ മുഹ്സിനുൻ ഫബിമൻ യലൂദു വയസ്തജീറുൽ മുജ്രിമു അദൂക റബ്ബി കമാ അമർത തളർറുഅൻ ഫഇദാ റദത്ത യദീ ഫമൻ ദാ യർഹമു. യാ റബ്ബേ, ഞാനിങ്ങനെ എൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ പാപങ്ങളെ ഞാൻ തന്നെ കണക്ക് കൂട്ടി നോക്കുമ്പോൾ, അല്ലാഹുവേ, എത്ര കൂമ്പാരമായ തെറ്റുകളാണ് ഞാൻ ചെയ്തത്. എൻ്റെ ജീവിതം മദ്യത്തിന് വേണ്ടി, സ്ത്രീകൾക്ക് വേണ്ടി, തിന്മകൾക്ക് വേണ്ടി ഞാൻ ജീവിതം ഇങ്ങനെ കഴിഞ്ഞുപോയി. പക്ഷെ എനിക്കിങ്ങനെ ബോധോദയമുണ്ടായപ്പോൾ ഫഖദ് അലിംതു ബി അന്ന അഫ്വക അഅ്ലമു, നിന്റെ വിട്ടുവീഴ്ചയുണ്ടല്ലോ, ഇന്നക അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, നീ വിട്ടുവീഴ്ച ഇഷ്ടപ്പെടുന്ന രാജസയ്യിദാണല്ലോ. അത് ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ തിന്മകളേക്കാൾ മഹത്തരമാണ് നിന്റെ അഫു എന്നുള്ളത്. ഇൻകാന ലാ യർജൂക ഇല്ലാ മുഹ്സിനുൻ, അല്ലാഹുവേ, നീ പ്രാർത്ഥന കേൾക്കുന്നത് മുഹ്സിനുകളായ, മുത്തഖികളായ, നല്ലവരായ മനുഷ്യരുടെ മാത്രമാണെങ്കിൽ, നിന്റെ മാർഗത്തിൽ ചരിച്ചു കൊണ്ടിരിക്കുന്ന ഇബാദു സാലിഹുകളുടെ പ്രാർത്ഥന മാത്രമേ നീ സ്വീകരിക്കുമെങ്കിൽ, അല്ലാഹുവേ, ഫബിമഞ്ഞലൂദു വയസ്തജീറുൽ മുജ്രിമു, എന്നെപ്പോലെയുള്ള കുറ്റവാളികളായ മനുഷ്യൻ അഭയം തേടാൻ, എന്നെപ്പോലുള്ളവർക്ക് പ്രാർത്ഥിക്കാൻ ഈ അണ്ട കടാഹങ്ങൾക്ക് മറ്റൊരു തമ്പുരാനില്ലല്ലോ, മറ്റൊരു റബ്ബില്ലല്ലോ.
അതുകൊണ്ട് ഞാനിതാ നിന്റെ മുമ്പിൽ വന്നുകൊണ്ട് എൻ്റെ കൈകൾ ഉയർത്തിയിട്ട് അദ്ഉക റബ്ബി കമാ അമർത തദർറുഅൻ, വളരെ കീഴ്വണക്കത്തോടുകൂടി റബ്ബേ ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ഫൈദാ റദത്ത യദി, ഈ പ്രാർത്ഥന നീ കേട്ടില്ലെങ്കിൽ, ഈ ഉയർത്തിയ കൈകൾ നീ തട്ടിക്കളഞ്ഞെങ്കിൽ, ഈ വലിയ വലിയ നീ വിലാപങ്ങൾക്ക് നീ കാതുകൊടുത്തില്ലെങ്കിൽ റബ്ബേ മാലി ഇലൈക വസീലത്തുൻ ഇല്ല റജാ, എനിക്ക് മറ്റൊരു മാർഗവുമില്ല. ഞാനിപ്പോൾ ഇതാഗ്രഹത്തോടെ പൂതിയോടെ നിന്നിലേക്ക് കൈകൾ ഉയർത്തുന്നു. വജമീലു അഫ്വിക സുമ്മ അന്നീ മുസ്ലിമൂ, അതുകൊണ്ട് നിന്റെ മഗ്ഫിറത്ത് വേണം, വിട്ടുവീഴ്ച എനിക്ക് വേണം. പ്രിയമുള്ളവരെ, റമദാനിൻ്റെ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ എൻ്റെ റബ്ബിൻ്റെ മുമ്പിൽ ഇന്നലകളെ എടുത്തു വെച്ചുകൊണ്ട് റബ്ബേ ഉണ്ടാകരുതേ. വിചാരണയുടെ സന്ദർഭങ്ങളിൽ, എൻ്റെ നന്മതിന്മകളെ കാണിക്കപ്പെടുന്ന പ്രദർശിക്കപ്പെടുന്ന സന്ദർഭങ്ങളിൽ എൻ്റെ ഈ തിന്മകളെ ഇല്ലാതെ നന്മയുടെ റെക്കോർഡുകളുള്ളൊരു ജീവിതമായി എനിക്ക് മാറാൻ പടച്ചവനെ നീ അനുഗ്രഹിക്കണമേ എന്ന പ്രാർത്ഥന നമ്മൾ ഒറ്റയ്ക്കിരുന്നിട്ട് എൻ്റെ റബ്ബ്, നമ്മളെപ്പോഴും പറയുന്നത് നിസ്കരിക്കുമ്പോൾ ഒക്കെ പറയുന്നത് അങ്ങനെയാണ്, റബ്ബി എന്നാണ്. സുബ്ഹാന റബ്ബി, എൻ്റെ റബ്ബ്, വേറെ ആരുടെയും റബ്ബല്ല, എൻ്റെ റബ്ബേ, റബ്ബന, ഞങ്ങളുടെ റബ്ബേ, ഇതൊക്കെ എനിക്ക് പുറത്തു തരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹ അസ്സമാവാതു വൽ അർളു ഉഇദ്ദത് ലിൽ മുത്തഖീൻ. ദ്രുതഗമനം ചെയ്യുക, അമാന്തിക്കരുത്. നിങ്ങൾ മത്സരിച്ചോടുക. അവിടെ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, പടച്ചതമ്പുരാന്റെ മഗ്ഫിറത്തിലേക്ക്, ആകാശഭൂമികളെക്കാൾ വിശാലമായ സ്വർഗത്തിലേക്ക്. അത് മുത്തഖികൾക്ക് വേണ്ടി അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുന്നു. സാബിഖു, വേറെ ആയത്താണ്, നിങ്ങൾ വേഗത്തിൽ പോയ മത്സരിച്ചോ. ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്ന സാബിഖു സാരിഉ ഫസ്തബിഖു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞ ആ വാക്കുകളെ കേട്ടുകൊണ്ട് നമ്മൾ അള്ളാഹുവിലേക്ക് ധാരാളമായി തിരിയുകയും അള്ളാഹു ഓഫർ ചെയ്തിരിക്കുന്ന ഈ മഗ്ഫിറത്തിനെ, പാപമോചനത്തിനെ ഏറ്റുവാങ്ങാൻ നമ്മൾ തയ്യാറാവുകയും ചെയ്യേണ്ടതുണ്ട് എന്ന ഒരൊറ്റ ഓർമ്മപ്പെടുത്തലാണ് ഇന്ന് ഈ ചെറിയ സംസാരത്തിലൂടെ ഞാൻ എൻ്റെ സഹോദരങ്ങളുമായി പങ്കുവെക്കുന്നത്. ഈ മഗ്ഫിറത്ത് ലഭ്യമായി എങ്കിൽ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന, ഞാൻ അവസാനിപ്പിക്കുമ്പോൾ നമ്മൾക്ക് കാണാവുന്നൊരു സ്വപ്നം അതാണ്, തുറന്നു വെച്ചിരിക്കുന്ന സ്വർഗ കവാടങ്ങൾ. മിഅ്റാജിൻ്റെ രാത്രിയിൽ എൻ്റെ പുണ്യപ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, എനിക്കെൻ്റെ കണ്ണിനേക്കാൾ വിശ്വാസമുള്ള കണ്ണേ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പുണ്യ റസൂൽ മിഅ്റാജിൻ്റെ രാത്രിയിൽ ജിബ്രീലിനോടൊപ്പം നടന്നു വന്നിട്ട് തിരിച്ചു വന്നുകൊണ്ട് പറഞ്ഞു, ഉമ്മത്തെ ഞാൻ കണ്ടു, ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടു സ്വർഗം. പക്ഷേ എനിക്ക് നിങ്ങൾക്ക് വിശദീകരിച്ച് തരാനുള്ള വാക്കില്ല. പക്ഷെ ഞാൻ പറയാം, മാലാ ഐനുൻ റഅത്, ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, വലാ ഉദുനുൻ സമീഅത്, ഒരു കാതും കേട്ടിട്ടില്ലാത്ത, വലാ ഖത്റ ബിബാലി ബശരിൻ, ഒരു മനുഷ്യന് ഭാവനയിൽ കാണുക പോലും ചെയ്തിട്ടില്ലാത്ത വലിയ അനുഗ്രഹത്തിൻ്റെ കേദാരമാണ് സ്വർഗം കേട്ടോ. അതിനുവേണ്ടി നിങ്ങൾ മത്സരിക്കണം. പ്രിയമുള്ളവരെ, ആ തുറന്നിരിക്കുന്ന റയ്യാൻ എന്ന കവാടം തുറന്നിട്ട് മലായിക്കത്തുകൾ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്ന ആ സ്വർഗം എനിക്ക് സ്വപ്നം കാണാൻ സാധിക്കണം. നേരത്തെ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞ പോലെ അസ്അലുക്കൽ ജന്ന, പടച്ചവനെ നിന്റെ സ്വർഗത്തെ ഞാൻ കാംക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എന്നതാണ്. അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നമുക്കറിയാം. അലി റളിയല്ലാഹു അൻഹു ഈ മിഹ്റാബിൽ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ ഇടയ്ക്ക് പറയുമെന്നാണ്, തല്ലഖ്തുകി, എന്നെ ഈ സന്മാർഗത്തിൽ നിന്ന് തടഞ്ഞുകൊണ്ടിരിക്കുന്ന എന്തെല്ലാം നേട്ടങ്ങളുണ്ടോ ആ നേട്ടങ്ങളൊക്കെ ഞാൻ തലാക്കുകയില്ലേ, വേണ്ട. അങ്ങനെ വൈഹികമായി വിരക്തി കാണിച്ചിരുന്ന അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ജീവിതത്തിൽ പതിവാക്കിയൊരു കാര്യം, സ്വർഗത്തെക്കുറിച്ച് ഖുർആൻ പറഞ്ഞു. അങ്ങനെയാണ് സ്വർഗം നമ്മുടെ ഖുർആനിലെ എല്ലാ പേജുകളിലും എന്ന പോലെ സ്വർഗത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ദിക്റുൽ ജന്നത്തി ഹയാത്തുലിൽ ഖുലൂബ്, മനുഷ്യൻ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവൻ്റെ നേട്ടങ്ങളെക്കുറിച്ച്, സുഖസൗകര്യങ്ങളെക്കുറിച്ച്, അതിൻ്റെ വിശാലതകളെക്കുറിച്ചൊക്കെ എപ്പോഴും അല്ലെ, ദുനിയാവിയായ ജീവിതം തന്നെ അങ്ങനെയാണ്. അതുകൊണ്ട് സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള ഈ ആയാത്തുകൾ ഇങ്ങനെ കോർവയാക്കിയിട്ട് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ പാരായണം ചെയ്യാറുണ്ട് എന്നാണ്. അതിൽ ധാരാളമുണ്ട്. അതിലൊരെണ്ണം ഇങ്ങനെയാണ്, നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടുന്ന ആയത്ത് അതാണ്, വസീഖല്ലദീന തഖൗ ഇലൽ ജന്നത്തി സുമറാ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ച മുത്തഖികളായ മനുഷ്യരെ സ്വർഗത്തിലേക്ക് അള്ളാഹു ആനയിച്ചു കൊണ്ടുപോകും. സുമറാ, ഒരു ഡെലിഗേഷനായി, ഒരു കൂട്ടമായി പടച്ചമ്പുരാൻ ഇങ്ങനെ ആനയിച്ചു കൊണ്ടാണ്. ആ സ്വർഗത്തിൻ്റെ കവാടങ്ങളിലേക്ക് എത്തിപ്പെടുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായി അതിൻ്റെ വാതിലുകൾ ഇങ്ങനെ തുറക്കപ്പെടും. അവിടേക്ക് എത്തുമ്പോൾ വാതിലുകൾ ഇങ്ങനെ തുറക്കും.
അപ്പോൾ അതിൻ്റെ സ്വർഗത്തിൻ്റെ അന്തരീക്ഷങ്ങളിൽ നിന്ന് പടച്ച തമ്പുരാൻ്റെ മലായികത്തുകൾ ഇങ്ങനെ വിളിച്ചു പറയും, സലാമുൻ അലൈക്കും തിബ്തും ഫദ്ഖുലൂഹാ ഖാലിദീൻ. സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് സമാധാനമുണ്ടാകട്ടെ, നിങ്ങൾക്ക് സലാം, നിങ്ങൾ നന്മ ചെയ്തവരാണ്, നിങ്ങൾ പുണ്യം ചെയ്തവരാണ്, നിങ്ങൾക്ക് ലഭ്യമായ ജീവിതത്തിൽ തിരിച്ചുവരവിനെക്കുറിച്ച് ഓർത്തവരാണ്, നിങ്ങൾ ജീവിതത്തിൽ ഈ സ്വർഗത്തിന് വേണ്ടി കേണവരാണ്. അങ്ങനെ നിങ്ങൾ തിരിച്ചറിവിൻ്റെ ജീവിതം കൊണ്ട് മുന്നോട്ട് പോയ ത്വയ്യിബത്തും പുണ്യങ്ങളെ കൊണ്ട് വാരിക്കൂട്ടിയവരായതുകൊണ്ട് നിങ്ങൾ വരിക ഫദ്ഖുലൂഹാ ഖാലിദീൻ, നിങ്ങൾ ശാശ്വതരായി ഈ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളുക. മലായിക്കത്തുകളുടെ സ്വാഗതഗീതം എഴുതിക്കൊണ്ട് അവൻ ഇങ്ങനെ സ്വർഗത്തിലേക്ക് പോകുമ്പോൾ ആ സ്വർഗത്തിൽ ഒരുക്കി വെച്ചിരിക്കുന്ന ചാരുമഞ്ചങ്ങളിൽ ആരൊക്കെയുണ്ട്? ഹും വഅസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായികി മുത്തഖിഊൻ. അവനും അവൻ്റെ ഇണതുണകളും, പടച്ചവനെ നീ എനിക്ക് വേണ്ടി സൃഷ്ടിച്ച എൻ്റെ പ്രിയപ്പെട്ടവൾ, എൻ്റെ പ്രിയപ്പെട്ടവൻ, എൻ്റെ കിടപ്പറകളെ പങ്കിട്ടവൾ, എൻ്റെ രഹസ്യങ്ങളെ പങ്കുവെച്ചവർ, എൻ്റെ ജീവിതത്തിൽ എനിക്കെൻ്റെ സന്താനങ്ങളെ പ്രസവിച്ചവൾ, എനിക്കെൻ്റെ ജീവിതത്തിൽ എല്ലാം താങ്ങും തണലുമായി നിന്നവൻ. ഹും വഅസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായികി മുത്തഖിഊൻ. എനിക്കെന്തെങ്കിലും ഇഷ്ടപ്പെടാത്ത സ്വഭാവങ്ങളുണ്ടെങ്കിൽ അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഏറ്റവും നല്ല ഇണതുണകളായി അവർക്കവിടെ സ്വർഗത്തിൻ്റെ ചാരുമഞ്ചങ്ങളിൽ അവരുണ്ട്. നമ്മുടെ സ്വപ്നം അതാണ്. ചെല്ലുന്നു, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രൂപത്തിൽ എൻ്റെ ഇണതുണകൾ എന്നോടൊപ്പം ഉണ്ടാകുന്നു. വമൻ സലഹ മിൻ ആബാഇഹിം, എന്നെ നൊന്ത് പ്രസവിച്ച എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ, എന്നെ പോറ്റി വളർത്തിയ എൻ്റെ പിതാവേ, അവർ സാലിഹീങ്ങളാണെങ്കിൽ അവരെന്നോട് ചേരുന്നു. വമൻ സലഹ മിൻ ആബാഇഹിം അൽഹഖ്നാ ബിഹിം ദുർരിയതഹും, എൻ്റെ എല്ലാമായ എൻ്റെ ബാക്കി പത്രങ്ങളായ എൻ്റെ സന്താനങ്ങൾ അവിടേക്ക് ഒരുമിച്ച് കൂടുന്നു. കുതൂഫുഹാ ദാനിയ, എല്ലാവിധ സുഖസൗകര്യങ്ങളോടും കൂടി അള്ളങ്ങനെ വർണ്ണിച്ചു തരാം. അല്ലെങ്കിലും ഒരു സിട്ടാവായ തമ്പുരാൻ തൻ്റെ അടിയാറുകൾക്ക് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ള, രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു സ്വർഗത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഊഹിക്കുക സാധ്യമല്ല. അള്ള പറഞ്ഞു തരുന്നുണ്ട് എല്ലാ നിലക്കും. നിങ്ങൾക്ക് മുമ്പിൽ നിന്ന് ചുരുന്ന് കിടക്കുന്ന നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കായികനികളുടെ എല്ലാത്തരം ഭക്ഷണപദാർത്ഥങ്ങളുടെ എന്തെല്ലാമാണോ ഉള്ളത് അത് മുഴുവൻ നിങ്ങൾക്ക് ലഭ്യമാകുമ്പോൾ അവസാനിക്കാത്ത ലോകത്ത് നിങ്ങൾ, നിങ്ങളുടെ ഇണതുണകൾ, മക്കൾ, മാതാപിതാക്കൾ ഒക്കെയുള്ള ഒരു സ്വർഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അതിന് മഗ്ഫിറത്തിന് വേണ്ടി നമ്മൾ ധാരാളമായി തേടിക്കൊണ്ടിരിക്കണം എന്നുള്ളതാണ് ഇന്നത്തെ ഈ വിഷയത്തിൽ എനിക്ക് എൻ്റെ സഹോദരങ്ങളോട് പങ്കുവയ്ക്കാനുള്ളത്. പടച്ച തമ്പുരാൻ ആ നിലക്ക് അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന അവൻ്റെ വിജയികളായ അടിയാറുകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവേ, ജീവിതത്തിൻ്റെ ഇരുളിൽ വെളിച്ചത്തിൽ ഞങ്ങളിൽ നിന്ന് ധാരാളം തെറ്റുകളും വീഴ്ചകളും വന്നു പോയിട്ടുണ്ട്. നിൻ്റെ മഹലായ ഫദ്ല് കൊണ്ട്, കാരുണ്യം കൊണ്ട് ആ പാപങ്ങളും തെറ്റുകളും നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ തമ്പുരാനെ. നിന്നെ കണ്ടുമുട്ടുമ്പോൾ സുഹൃതങ്ങളുടെ ഏടുകളുമായി നിന്നെ കണ്ടുമുട്ടുന്ന മഹാവിജയികളിൽ ഞങ്ങളെല്ലാവരെയും നീ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. അള്ളാഹുവേ, ഞങ്ങൾ പല നിലക്കുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്, രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, ഞങ്ങളുടെ വീടുകളിലുണ്ട്, ഞങ്ങളുടെ സഹോദരങ്ങളുണ്ട്, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരുണ്ട്. നമ്മുടെ മനസ്സിലേക്ക് പലരും കടന്നു വരുന്നുണ്ടാവും. മാരകമായ രോഗത്തിൻ്റെ പിടിയിലകപ്പെട്ടവർ അള്ളാഹുവേ, ഞങ്ങൾ അനുഭവിക്കുന്ന, ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ അനുഭവിക്കുന്ന എല്ലാവിധ രോഗങ്ങൾക്കും നീ ശിഫ നൽകുകയും അവർക്കും ഞങ്ങൾക്കും നീ ദീർഘായുസ് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അള്ളാഹുവേ, നീ നൽകിയ ആയുസ് എത്രയാണെങ്കിലും അത്രയും കാലം ആരോഗ്യത്തോടു കൂടി ജീവിക്കാൻ ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും നീ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. അള്ളാഹുവേ, ഇത്തരത്തിലുള്ളൊരു പുണ്യസദസ്സിൽ, പുണ്യദിനത്തിൽ ഞങ്ങളിങ്ങനെ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ, ഞങ്ങളിങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ മനസ്സുകളിലേക്ക് കടന്നു വരുന്നുണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ ജനനത്തിന് കാരണക്കാരായ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഞങ്ങളുടെ മാതാക്കൾ, ഞങ്ങളെ പോറ്റി വളർത്തി ഞങ്ങളുടെ പിതാക്കൾ, ഞങ്ങൾ സ്നേഹിച്ചിരുന്നവർ അവരൊക്കെ അവരുടെ അവധികൾ പൂർത്തിയാക്കി നിന്നിലേക്ക് യാത്രയായിട്ടുണ്ട്. അള്ളാഹുവേ, ഈ പുണ്യഭവനത്തിലിരുന്നു കൊണ്ട് ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യം, ഞങ്ങളിൽ നിന്ന് നിന്നിലേക്ക് യാത്രയായ ഞങ്ങളുടെ ഉപ്പമാരും ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരും ഇഷ്ടപ്പെട്ടവരും ഈ സത്യമാർഗത്തിലുള്ള ഞങ്ങളുടെ സഹപ്രവർത്തകരും അതുപോലെ തന്നെ ഞങ്ങളുടെ മനസ്സുകളിലേക്ക് കടന്നു വരുന്നവരുമായ എല്ലാവർക്കും നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അള്ളാഹുവേ, അവരുടെ ബർസഖിയായ ജീവിതം നീ സ്വർഗീയ അനുഭൂതികൾ കൊണ്ട് ധന്യമാക്കണേ നാഥ. നാളെ നിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൻ്റെ അവകാശികളിൽ ഞങ്ങളെയും അവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ ഇണതുണകൾക്ക് നീ കാവലാകണേ നാഥ.
ഇഹലോകത്തെ സ്വർഗങ്ങളായി ഞങ്ങളുടെ വീടകങ്ങളെ നീ പരിവർത്തിപ്പിച്ചു തരണേ തമ്പുരാനെ. അള്ളാഹുവെ, സ്നേഹം പൂത്തുലയുന്ന സന്തോഷം കളിയാടുന്ന ഇടങ്ങളായി ഞങ്ങളുടെ വീടകങ്ങളെ നീ ഞങ്ങൾക്ക് നിലനിർത്തി തരണേ നാഥ. അള്ളാഹുവെ, ഞങ്ങളുടെ മക്കൾ അവർ ഞങ്ങളുടെ കരളിൻ്റെ കഷ്ണങ്ങളാണ്, ഞങ്ങൾക്ക് ശേഷം ഞങ്ങളുടെ ബാക്കി പത്രങ്ങളാണ്. പടച്ചവനെ, കണ്ണിനും കരളിനും സന്തോഷം നൽകുന്ന നല്ല നല്ല അനുഭവങ്ങൾ ഞങ്ങളുടെ മക്കളിൽ നിന്ന് നീ ഞങ്ങൾക്ക് ദാനമായി നൽകണേ തമ്പുരാനെ. പൈശാചികതകൾ നിറഞ്ഞു നിൽക്കുന്ന ആധുനികതയുടെ, നിരീശ്വരത്വത്തിൻ്റെ, ഇസ്ലാമിൻ്റെ വ്യത്യസ്തങ്ങളായ രൂപത്തിൽ പൈശാചികതകൾ വിളഞ്ഞാടിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് അല്ലാഹുവേ, നിൻ്റെ ദീനിൽ അടിയുറച്ചു നിൽക്കുന്നവരായി ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും നീ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മരണശേഷവും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സാലിഹീങ്ങളായി ഞങ്ങളുടെ മക്കളെ നീ പരിവർത്തിപ്പിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ മാതാപിതാക്കളെ ധാരാളമായി ഓർക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന സാലിഹീങ്ങളായി ഞങ്ങളെയും നീ നിലനിർത്തണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ നാട് ഞങ്ങൾക്ക് പ്രിയപ്പെട്ടതാണ്, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടതാണ്. വ്യത്യസ്തങ്ങളായ ജാതി മത വിഭാഗങ്ങൾ ഒരുമിച്ച് കൂടി ജീവിക്കുന്ന ഈ നാടിനെ വിദ്വേഷത്തിൻ്റെ, വെറുപ്പിൻ്റെ നാടാക്കി മാറ്റാൻ ഒരു വിഭാഗം പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. വിദ്വേഷവും വെറുപ്പും നട്ട് മനുഷ്യനെ അകറ്റാൻ ഈ ലോകത്തെ ജനങ്ങൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. പടച്ചവനെ, ബലദുൻ ആമിൻ, നിർഭയമായൊരു നാടായി ഞങ്ങളുടെ പ്രിയപ്പെട്ട നാടിനെ നീ നിലനിർത്തി തരണേ നാഥ. അല്ലാഹുവേ, മനുഷ്യർക്കിടയിൽ, ഞങ്ങളുടെ രാജ്യനിവാസികൾക്കിടയിൽ സ്നേഹവും സാഹോദര്യവും നീ വളർത്തിക്കൊണ്ടുവരണേ തമ്പുരാനെ. മാനവികതയുടെ ശത്രുക്കളിൽ നിന്ന്, ക്രൂരന്മാരായ ഭരണാധികാരികളിൽ നിന്ന് ഞങ്ങളുടെ നാടിനെ നീ കാത്തു രക്ഷിക്കണേ തമ്പുരാനെ. പടച്ചറബ്ബേ, ലോകത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിൽ ഈ ഉമ്മത്തിൻ്റെ മക്കൾ, നിൻ്റെ അടിയാറുകൾ, ഞങ്ങളുടെ സഹോദരങ്ങൾ അള്ളാഹുവിൻ്റെ ദീനിൽ എഴുന്നേറ്റുന്നു എന്നതിൻ്റെ പേരിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പീഡനമർദ്ദനങ്ങൾ, അള്ളാഹുവെ, അവരെ നീ സഹായിക്കണേ തമ്പുരാനെ. അള്ളാഹുവെ, ഗസയിലെ, ഫലസ്തീനിലെ, ലോകത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിൽ പ്രയാസപ്പെടുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ നീ രക്ഷപ്പെടുത്തണേ തമ്പുരാനെ. നിൻ്റെ അത്ഭുതത്തിൻ്റെ, നിൻ്റെ കുദറത്തിൻ്റെ അത്ഭുതങ്ങൾ അവിടെ കാണാൻ ഞങ്ങൾക്ക് നീ സൗഭാഗ്യം നൽകണേ നാഥ. അള്ളാഹുവെ, നിൻ്റെ ദീൻ, പരിശുദ്ധ ഇസ്ലാം ലോകത്തിൻ്റെ കാരുണ്യമാണ്, ലോകത്തിൻ്റെ തണലാണ്. അതിൻ്റെ നന്മകൾ ലോകത്ത് പ്രശോഭിക്കുന്നത് കാണാൻ ഞങ്ങൾക്ക് നീ സൗഭാഗ്യം നൽകണേ തമ്പുരാനെ. പടച്ചറബ്ബേ, റമളാനിൻ്റെ ഈ സന്ദർഭത്തിൽ, ഈ ഉച്ച സമയത്ത് ഞങ്ങളിവിടെ പഠിപ്പിച്ചു കൂടിയ ഏതാനും മിനിറ്റുകൾ ഞങ്ങൾ പറഞ്ഞത് കേട്ടത് ഒക്കെ നീ സ്വീകരിക്കുകയും നിന്നെ കണ്ടുമുട്ടുമ്പോൾ ധാരാളം പ്രതിഫലം ലഭിക്കുന്നൊരു കർമ്മമായി ഞങ്ങളുടെ കർമ്മ പുസ്തകങ്ങളിൽ നീ രേഖപ്പെടുത്തുകയും ചെയ്യണേ തമ്പുരാനെ. അല്ലാഹുമ്മ ജഅൽ ജംഅനാ ഹാദാ ജംഅൻ മർഹൂമാ واجعل تفرقنا من بعده تفرقا معصوما. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا اغفر لنا ولوالدينا، ربنا ارحمهم كما ربونا صغارا، ربنا ارحمهم كما ربونا صغارا، ربنا ارحمهم كما ربونا صغارا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اجعل رمضان شاهدا لنا لا شاهدا علينا، واجعله حجة لنا لا حجة علينا. اللهم اعتق رقابنا من النار، اللهم اعتق رقابنا من النار، اللهم اعتق رقاب آبائنا من النار، اللهم اعتق رقاب أمهاتنا وإخواننا وأزواجنا وأولادنا من النار برحمتك يا أرحم الراحمين. إنك على كل شيء قدير وبالإجابة جدير، نعم المولى ونعم النصير. ربنا تقبل منا إنك أنت السميع العليم، وتب علينا إنك أنت التواب الرحيم، واغفر لنا يا غافر المذنبين. وصلى الله على محمد صلى الله عليه وسلم، وآخر دعوانا الحمد لله رب العالمين. السلام عليكم. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയിൽ നമ്മളെ ഉൾപ്പെടുത്തണം എന്ന് വസിയത്ത് ചെയ്യാം.